ഹായ്, നമ്മൾ സർക്കിളിൻ്റെ കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളെല്ലാം പഠിച്ചു. ഇനി അത് കഴിഞ്ഞ് ഒരു ടോപ്പിക് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് 2 ഡയമെൻഷനിലെ ലാസ്റ്റ് ടോപ്പിക് ആയിരുന്നു എന്തായിരുന്നത്? സെമി സർക്കിൾ. നമ്മൾ സർക്കിൾ പഠിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് എന്ത്? സെമി സർക്കിൾ. നമുക്ക് സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ അറിയാം, സർക്കംഫറൻസ് അറിയാം, അതുപോലെ തന്നെ സെമി സർക്കിളിൻ്റെ ഒക്കെ നമുക്കറിയാം. എന്നാലും ജസ്റ്റ് ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. നമ്മൾ ഒരു സർക്കിളിനെ എടുത്താൽ ഏതൊരു സർക്കിളിനെയും അതിന് 2 ഈക്വൽ ഹാഫ് ആക്കിയാൽ കിട്ടുന്ന ഒരു പോർഷനായിരിക്കും നമ്മൾ എന്ത് വിളിക്കുന്നത്? സെമി സർക്കിൾ എന്ന് വിളിക്കുന്നത്. ഏതൊരു സർക്കിളിനെയും 2 ഈക്വൽ ഹാഫ് ആക്കിയാൽ അതിൽ ഒരു പോർഷൻ എന്തായിരിക്കും? ഒരു സെമി സർക്കിൾ ആയിരിക്കും. ഏതൊരു സെമി സർക്കിളും ഒരു സർക്കിളിൻ്റെ ഒരു ഈക്വൽ ഹാഫ് ആയിരിക്കും എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഒരു സെമി സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു സെമി സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? πr²/2 ആയിരിക്കും. എന്താ കാര്യം? ഏതൊരു സർക്കിളിൻ്റെയും ഏരിയ എന്തായിരുന്നു? πr² ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ പകുതി ഏരിയ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? πr²/2 എന്ന് കിട്ടും. അല്ലെങ്കിൽ 1/2 πr² ആയിരിക്കും എന്ത്? ഏതൊരു സെമി സർക്കിളിൻ്റെയും ഏരിയ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ റേഡിയസ് എന്താണോ അത്, ആ റേഡിയസ് 6 ആണെങ്കിൽ πr²/2 ഒരു ടോട്ടൽ സർക്കിളിൻ്റെ ഏരിയയുടെ പകുതി ആയിരിക്കും എന്ത്? ഒരു സെമി സർക്കിളിൻ്റെ ഏരിയ. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ നമുക്ക് തെറ്റിപ്പോകുന്നൊരു കാര്യമേ ഉള്ളൂ. എന്താണ്? അതിൻ്റെ പെരിമീറ്റർ. ഏതെങ്കിലും ഒരു സെമി സർക്കിളിൻ്റെ പെരിമീറ്റർ ചോദിച്ചാൽ നമുക്ക് സർക്കിളിൻ്റെ പെരിമീറ്റർ നമുക്കറിയാം എത്രയായിരുന്നു? 2πr. എങ്കിൽ ഒരു സെമി സർക്കിളിൻ്റെ പെരിമീറ്റർ അതിൻ്റെ പകുതി πr നമുക്ക് പെട്ടെന്ന് തെറ്റിദ്ധരിക്കാൻ തോന്നും. പക്ഷെ അല്ല, ഒരു സെമി സർക്കിളിൻ്റെ പെരിമീറ്റർ എത്രയാണ്? πr+2r ആണ്. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകുന്നൊരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഒരു സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കർവ്ഡ് ഷേപ്പ്, ഈ ഒരു ഫുൾ കർവ്ഡ് ഷേപ്പിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? 2πr എന്ന് വിളിക്കുന്നത്. എങ്കിൽ അതിൻ്റെ ഹാഫ് കർവ്ഡ് ഷേപ്പിനെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു πr എന്ന് വിളിക്കാം. പക്ഷേ നമ്മളൊരു സെമി സർക്കിളിൻ്റെ പെരിമീറ്റർ കണക്കാക്കുമ്പോൾ, ചുറ്റളവ് കണക്കാക്കുമ്പോൾ, അത് ഇവിടുന്ന് തുടങ്ങി കറങ്ങി ഇവിടെ വരെ വരുന്ന ആ ഒരു ലെങ്തിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? πr എന്ന് വിളിക്കുന്നത്. പക്ഷേ ചുറ്റളവ് കിട്ടണമെങ്കിൽ ഇവിടുന്ന് നേരെ തിരിച്ച് ഇവിടെ വരെ എത്തണ്ടേ? എങ്കിൽ എക്സ്ട്രാ എത്ര ദൂരം കൂടി സഞ്ചരിക്കണം? ഇത് റേഡിയസ് ആണെങ്കിൽ ഒരു r+r, ഒരു 2r ലെങ്ത് അല്ലെങ്കിൽ ഒരു ഡയമീറ്റർ d ലെങ്ത് കൂടി എന്ത് ചെയ്യണം? എക്സ്ട്രാ സഞ്ചരിക്കണ്ടേ? അതുകൊണ്ട് തന്നെ ഏതൊരു സെമി സർക്കിളിൻ്റെയും പെരിമീറ്റർ എന്ന് വെച്ചാൽ πr+d അല്ലെങ്കിൽ πr+2r ആയിരിക്കും. ഇങ്ങനെ തെറ്റിപ്പോരുത്. ഈ ഒരു കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം സെമി സർക്കിളിൻ്റെ കാര്യം മനസ്സിലായി. നിങ്ങൾക്ക് അതൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇനി നിങ്ങൾക്ക് മനസ്സിലാകാത്ത 1-2 ചെറിയ കാര്യങ്ങൾ കൂടി ഉണ്ട്, അത് പറഞ്ഞു തരാം. ആർക്ക്. എന്തായിരുന്നു ആർക്ക് എന്ന് പറഞ്ഞാൽ? ഒരു കർവ്ഡ് ലൈനെയാണ് നമ്മൾ സാധാരണ എന്ത് വിളിക്കുന്നത്? ആർക്ക് എന്ന് വിളിക്കുന്നത്. ഏതെങ്കിലും ഒരു കർവ്ഡ് ലൈനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആർക്ക് എന്ന് വിളിക്കുന്നത്. പക്ഷേ ആർക്കിൻ്റെ ഡെഫിനിഷൻ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഇമാജിനറി സർക്കിളിൻ്റെ സെൻറ്റർ പോയിന്റ് O ആയിട്ടുള്ള ഒരു ഇമാജിനറി സർക്കിളിൻ്റെ ഒരു സെൻറ്റർ പോയിന്റ് Oയിൽ നിന്നും ഒരു r റേഡിയസിൽ ഒരു θ ആംഗിളിൽ വരയ്ക്കുന്ന ലൈൻ അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കിളിൻ്റെ ഒരു പോർഷനാണത്. അത് ആ സർക്കിളിൻ്റെ സെൻറ്റർ എന്തായിരിക്കും? ഒരു O. ഞാൻ ചുമ്മാ സിംബോളിക്കായിട്ട് പറഞ്ഞതേ ഉള്ളൂ O എന്ന്. ഏതോ ഒരു ഇമാജിനറി സർക്കിളിൻ്റെ സെൻറ്റർ പോയിന്റ് Oയിൽ നിന്നും ഒരു θ ആംഗിളിൽ ആ റേഡിയസിൽ വരയ്ക്കാവുന്ന സർക്കിളിൻ്റെ ഒരു ചെറിയ പോർഷൻ, ഒരു θ ആംഗിൾ പോർഷനാണെന്ത്? ഈ പറയുന്ന ആർക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആർക്കിനെ ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല. നമുക്ക് പക്ഷേ എക്സാമിന് ചോദിക്കുമ്പോൾ ഒരു ആർക്കിൻ്റെ ലെങ്ത് ചോദിക്കും. ഒരു കർവ്ഡ് ലൈനല്ലേ ആർക്ക് എന്ന് പറയുന്നത്? ആ ആർക്കിൻ്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യമാണല്ലോ. ഇതിപ്പോൾ നമുക്ക് ആർക്കിൽ ലെങ്ത് ഒടിയുള്ള ഇക്വേഷൻ എന്തായിരുന്നു? 2πr θ/360 എന്നാണ്. 2πr θ/360. ഇതെങ്ങനെ നമ്മൾ കാണാൻ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? പക്ഷേ അത്രയൊന്നും ഇല്ല. നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഇതേതോ ഒരു ഇമാജിനറി സർക്കിളിൻ്റെ ഒരു കുറച്ച് പോർഷനല്ലേ ഈ പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? 2πr θ/360. നിങ്ങൾ എപ്പോഴും ചിന്തിച്ച് നോക്ക്, ഈ ഒരു ആർക്കിൻ്റെ ലെങ്ത് ഇവിടെ ഇത്ര ആയതുകൊണ്ടല്ലേ ആംഗിൾ θ ആയത്. ഇത് എപ്പോഴെങ്കിലും ഇങ്ങനെ കറങ്ങി ഈ ആംഗിൾ 360 ആകുകയാണെങ്കിൽ, ഈ ഒരു ആംഗിൾ ഫുൾ 360 ആയെങ്കിൽ ഈ ആർക്കിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് ഒരു സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ആകും. അതായത് ഈ ആർക്ക് വെച്ച് ഇത്രയും വരച്ചപ്പോഴാണ് ഇത് ആർക്കായത്. ഈ θ എന്ന് പറഞ്ഞാൽ 360 ആയാൽ ഈ ആർക്കിൻ്റെ ലൈൻ ഫുള്ള് കവർ ചെയ്ത് പോയില്ലേ? അപ്പോൾ ലെങ്ത് ഓഫ് ആൻ ആർക്ക് എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് പറയണം? സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ എന്ന് പറയണ്ടേ? എന്താ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ? ഒരു സർക്കിളിന് സർക്കംഫറൻസ് എത്രയാ? 2πr അല്ലേ? എങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ആവും നോക്കാം. ഈ ഇക്വേഷനിലാണ് ഇത് പറയുന്നതെങ്കിൽ 2πrൻ്റെ തീറ്റേൻ്റെ വാല്യൂ ഇപ്പോൾ എത്രയായി? ഫുൾ കവർ ചെയ്ത് വന്നില്ലേ? തീറ്റേൻ്റെ എത്രയായി? 360 ആയില്ലേ? ഡിവൈഡ് ബൈ 360 വെട്ടിപ്പോയില്ലേ? ഉറപ്പായിട്ട് സർക്കംഫറൻസ് ഓഫ് സർക്കിൾ എന്ന് വെച്ചാൽ എത്രയാണ്? 2πr അല്ലേ? അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തിരുന്നാൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഒരു ആർക്കിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാം. ഒരു ആർക്കിൻ്റെ ലെങ്ത് പറഞ്ഞാൽ എന്തായിരുന്നു? 2πr θ/360. എപ്പോഴെങ്കിലും തീറ്റേൻ്റെ വാല്യൂ 360 ആവുകയാണെങ്കിൽ ആ ആർക്ക് എന്ന് പറഞ്ഞ വാല്യൂ എന്തായിരിക്കും? ഒരു സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ആയിരിക്കും. അപ്പോൾ അത് ഓർത്തിരുന്നാൽ മതി. ഇതേപോലെ തന്നെയാണ് ഒരു കാര്യം കൂടി ഉണ്ട് 2 ഡയമെൻഷനിൽ. സെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്ക് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിൻ്റെ ലൈനായിരുന്നു. ഇനി പറയുന്നത് അങ്ങനെയല്ല, ഇതൊരു സർക്കിളിൻ്റെ പോർഷനാണ്. അതായത് ഏതെങ്കിലും ഒരു സർക്കിളിൻ്റെ ഒരു ചെറിയ പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെക്ടർ എന്ന് വിളിക്കുന്നത്. അതായത്
നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് കിട്ടുന്നൊരു പോർഷൻ ഇല്ലേ, നമ്മൾ ആദ്യം കേക്ക് കട്ട് ചെയ്യുന്ന ഫസ്റ്റ് പീസ്, അങ്ങനത്തെ ഉള്ള പോർഷനെയാണ് നമ്മൾ വിളിക്കുന്നത് ഈ സെക്ടർ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സെക്ടറിൻ്റെ ലെങ്ത് അല്ലിന് കണ്ടുപിടിക്കേണ്ടത് എന്തായിരിക്കും? ഏരിയ ആയിരിക്കും കണ്ടുപിടിക്കുക. കാരണം ഇത് സെക്ടർ അല്ലേ, അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ സെക്ടറിൻ്റെ ഏരിയ ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയായിരിക്കും സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്? നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ പോലെ തന്നെയാണ്. ഇത് ഏതോ ഒരു ഇമാജിനറി സർക്കിളിൻ്റെ സെൻറ്റർ പോയിന്റ് ഓയിൽ നിന്നും ആ റേഡിയസിൽ തീറ്റ ആംഗിളിൽ വരയ്ക്കുന്ന ഒരു പോർഷനാണ്, ഒരു സർക്കിളിൻ്റെ ഒരു പോർഷനാണ്. നേരത്തെ ലൈനായിരുന്നു, ഇപ്പോൾ ഒരു സർക്കിളിൻ്റെ പോർഷനാണെന്ത് ഈ സെക്ടർ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇതിൻ്റെ ഈ തീറ്റ ആംഗിൾ എന്ന് പറയുന്നത് 360 ആയാൽ, എപ്പോഴെങ്കിലും ഈ തീറ്റ 360 ആയാൽ നമ്മുടെ ആൻസർ എങ്ങനെ കിട്ടും? പൈ ആർ സ്ക്വയർ 360 ഡിവൈഡ് ബൈ 360 എന്ന് കിട്ടത്തില്ലേ? അപ്പോൾ 360 കട്ട് ചെയ്ത് പോകും. ഈ പറയുന്ന ഏരിയ ഓഫ് എ സെക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏരിയ ഓഫ് എ സർക്കിൾ ആയിരിക്കും. അതെങ്ങനെ കിട്ടുന്നത്? നമുക്കിപ്പോൾ ഇത് തീറ്റ ആയതുകൊണ്ടല്ലേ ഇത് ഈ ഒരു ഷേപ്പിൽ കിട്ടിയത്. ഈ തീറ്റ ഇൻക്രീസ് 360 ആയാൽ ഉറപ്പായിട്ട് ഇത് ഫുള്ള് കവർ ചെയ്ത് പോകില്ലേ? അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏരിയ ഓഫ് എ സർക്കിളല്ലേ കിട്ടേണ്ടത്. അപ്പോൾ ഉറപ്പായിട്ട് ഏരിയ ഓഫ് സർക്കിളിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടണ്ടേ? പൈ ആർ സ്ക്വയറിലെ കിട്ടേണ്ടത്. അങ്ങനെ കിട്ടണമെങ്കിൽ ഈ തീറ്റ ആർ ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രി ആണ്. അപ്പോൾ 360 കട്ട് ചെയ്ത് പോകും. ഏരിയ ഓഫ് എ സെക്ടർ നമുക്ക് എന്ത് കിട്ടും? പൈ ആർ സ്ക്വയർ എന്ന് കിട്ടും. അല്ല, ഏരിയ ഓഫ് എ സർക്കിൾ പൈ ആർ സ്ക്വയർ എന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ ആ ഒരു പൈ ആർ സ്ക്വയർ ഓർത്തിരുന്നാൽ മതി ഏരിയ ഓഫ് എ സെക്ടർ കണ്ടുപിടിക്കാൻ. ഏരിയ ആണ് ചോദിക്കുന്നതെങ്കിൽ പൈ ആർ സ്ക്വയർ തീറ്റ ബൈ 360. ഇനി സർക്കംഫറൻസോ അല്ല പെരിമീറ്ററോ അല്ലെങ്കിൽ ലെങ്ത് ഓഫ് എ ആർക്കാണ് ചോദിക്കുന്നത്, ലെങ്ത് ഓഫ് ആർക്കാണ് ചോദിക്കുന്നെങ്കിലോ 2 പൈ ആർ തീറ്റ ബൈ 360. ഈ രണ്ട് കാര്യം ഓർത്തിരുന്നാൽ മതി. ഈ ഒരു ടോപ്പിക്കും കൂടെ കഴിയുമ്പോൾ നമ്മുടെ 2 ഡയമെൻഷൻ ഫിഗറുകളെല്ലാം തീരുകയാണ്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ 3 ഡയമെൻഷൻ ഫിഗറാണ്. അതുമായിട്ട് നമുക്ക് പിന്നീട് വരാം. ശരിയെങ്കിൽ ബൈ.